മുന്നിൽ വൻ സുരക്ഷാ വലയമാണ് തീർത്തിരിക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോഴും നേർക്കുനേർ നിൽക്കുകയാണോ? നോബൽ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ ഗേറ്റ് അടയ്ക്കുന്നതടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്കാണോ ഇത് പോകുന്നത്? വലിയ കലുഷിതമായ സാഹചര്യങ്ങളിൽ പോയിരിക്കുന്നു. ബാരിക്കേഡുകൾ പ്രവർത്തകർ മരിച്ചിരിക്കുന്നു. ഒരു സുരക്ഷാ സാഹചര്യമാണ് ഇപ്പോൾ, ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രവർത്തകരും പോലീസും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടുന്നു. ലാത്തി ചാർജ്, അതുപോലെ തന്നെ വലിയ തരത്തിൽ ഉള്ള കുപ്പികൾ, അങ്ങനെ വലിയ ഏറ്റുമുട്ടൽ, ബാരിക്കേഡുകൾ മറിച്ചിടുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഭിനയിക്ക് അടക്കമുള്ള സംഘം ഒരു ലോറിയിൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണുകയാണ്. പുതിയ ദൃശ്യങ്ങൾ ആദിൽ പാലോട് കൂടി ചേരുന്നു. അതിൽ സൈന്യം പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ വടിയുണ്ട്, വടി ഓങ്ങുന്നുണ്ട്, തല്ലുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കടക്കുകയാണ് പ്രതിഷേധക്കാർ. ഈ പ്രതിഷേധക്കാർ ജന്തർ മന്ദറിൽ മാത്രം അല്ല ഉള്ളത്, പല ഭാഗങ്ങളിലായി പ്രതിഷേധക്കാർ ഒത്തുചേർന്നിട്ടുണ്ട്. പാർലമെന്റ് ലക്ഷ്യമാക്കി നീങ്ങുന്നതാണ്. പാർലമെന്റ് മാർച്ചിന് നേരത്തെ അനുമതി നൽകിയിരുന്നില്ല, അനുമതി തേടിയിട്ടുമുണ്ടായിരുന്നില്ല. അഥവാ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പ്രതിഷേധം നിയന്ത്രിക്കാൻ കഴിയും എന്നതായിരുന്നു പോലീസിന്റെ ആത്മവിശ്വാസം. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതാണ് ദില്ലിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. കൂടുതൽ പ്രതിഷേധക്കാർ എത്തുന്നു. യുവാക്കൾ, ചെറുപ്പക്കാരെല്ലാവരും എത്തി, CJP അനുയായികൾ എത്തി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നതാണ് പല ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളായി ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ പാർലമെന്റിന്റെ തൊട്ടടുത്തുള്ള ഗേറ്റിന് മുൻവശത്ത് വരെ എത്തിയിരുന്നു. അവിടുത്തെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ച് പ്രവർത്തകരെ പിന്തിരിപ്പിക്കേണ്ടി വന്നത് ദില്ലി പോലീസിന്. ഇപ്പോഴിതാ വീണ്ടും പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും ഇപ്പോൾ പാർലമെന്റിന്റെ ഗേറ്റുകൾ അടയ്ക്കുന്ന ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നു ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിനുള്ളിൽ എന്ന വാർത്ത വരുന്നു. അതായത് നിർണായകമായ ചില സാഹചര്യങ്ങൾ ദില്ലിയിൽ രൂപപ്പെട്ടിരിക്കുന്നു. അടിയന്തര നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൂടുതൽ സുരക്ഷാ വിന്യാസം ഉറപ്പുവരുത്തുന്നു. അർദ്ധ സൈനിക വിഭാഗങ്ങളെ അടക്കം ദില്ലിയുടെ പല മേഖലകളിൽ, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ വസതിയിലൊക്കെ കൂടുതൽ സൈനിക സേനയെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോവുകയാണ് റോഷ്നി എന്നിപ്പോൾ മനസ്സിലാക്കാം. പാർലമെന്റിലേക്ക് വീണ്ടും പ്രവർത്തകർ എത്തുന്നതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ജന്തർ മന്ദറിലെ വലിയ ബാരിക്കേഡുകൾ മറികടക്കാനാണ് ശ്രമം. പോലീസിനെ പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. നേരത്തെ 3 തവണ അല്ല 4 തവണ മാർച്ചിനിടെ ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റിലേക്ക് കടക്കാൻ, മാർച്ചിലേക്ക് വരാൻ ശ്രമിച്ചവരെ തിരിച്ച് ജന്തർ മന്ദറിലേക്ക് ലാത്തി ചാർജ് നടത്തി ഓടിച്ചിരുന്നു. പക്ഷേ കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് ദില്ലി മാറുകയാണ്. പാർലമെന്റ് മാർച്ചുമായി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം അഭിജിത് ദീപ്കെ തന്നെയാണ് ഇപ്പോൾ ആഹ്വാനം നൽകിയിരുന്നത്. ഇതിനിടെ JP നദ്ദ 2 പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ച് CJPയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. 12 മണിയോടെയാണ് 2 നേതാക്കളെയും വിളിച്ചത്. അശുതോഷ് റാങ്ക, സൗരവ് ദാസ് എന്നിങ്ങനെ 2 വക്താക്കളെയാണ് വിളിച്ച് ചർച്ച നടത്തി. ആ ചർച്ച വിജയകരമല്ല എന്നതാണ് ലഭ്യമാകുന്ന ആദ്യ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാർച്ചുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലേക്ക് CJP പോയതും ഇപ്പോഴിതാ സംഘർഷഭരിതമായ സാഹചര്യം ദില്ലിയിൽ രൂപപ്പെട്ടു വരുന്നതും. ഏതായാലും അടിയന്തര സാഹചര്യമാണ്. കൂടുതൽ സുരക്ഷാ വിന്യാസമുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വിദ്യാർത്ഥികളൊക്കെ റോഡിൽ, പ്രധാന പാതകളിലൊക്കെ, അതായത് പാർലമെന്റ് അടങ്ങുന്ന വളരെ തന്ത്രപ്രധാനമായ പാതകളിലൊക്കെ വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് സമരം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മാധു, അതിൽ ഒരടി പിന്നോട്ടില്ല വിദ്യാർത്ഥികൾ എന്നാണ് ഇപ്പോഴും ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അവർ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. അപ്പോഴും പോലീസും സൈന്യവും അവരെ തല്ലിയോടിക്കാം എന്നുള്ള ഒരു അജണ്ടയിലാണോ നിലനിൽക്കുന്നത്? മറുപുറത്ത് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കും, അല്ലെങ്കിൽ ചർച്ചയിലൂടെ ഒരു വലിയ പരിഹാരം കാണാനായില്ലെങ്കിലും ധർമ്മേന്ദ്ര പ്രധാനും ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? കേന്ദ്രം ഇനി എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും? മുഖം തിരിക്കാനാണ് ആദ്യഘട്ടത്തിലൊക്കെ CJP സമരത്തോട് കേന്ദ്രത്തിന്റെ നിലപാട്. പക്ഷേ പിന്നീട് ഇപ്പോഴിതാ മാറിയിരിക്കുന്നു. സമരം
കൂടുതൽ ശക്തമാകുന്നു. കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത്. മാത്രമല്ല JP നദ്ദ കൂടിക്കാഴ്ച ഈ CJP നേതാക്കളുമായി നടത്തുന്ന സമയത്ത് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം പുരോഗമിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുമായി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാർ, കേന്ദ്ര മന്ത്രിമാർ കൂടിയാലോചനകൾ നടത്തുന്നു പാർലമെന്റിനുള്ളിൽ എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും പാർലമെന്റ് ഓൺ ഹൈ അലർട്ട് എന്ന വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. വിദ്യാർത്ഥികളെ തല്ലി ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ലാത്തി കൊണ്ട് തല്ലുകയാണ്. കലുഷിതമായ ഒരു സാഹചര്യമാണ്. ദില്ലിയിൽ നിന്നും ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. പോലീസിന് നേരെ പ്രവർത്തകരുടെ ചെരുപ്പേറുണ്ട്. റെയ്സിന കുന്നിലേക്ക് ഇരച്ചു കയറിയുള്ള വമ്പൻ പ്രതിഷേധം, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന് മുന്നിലും സംഘർഷാവസ്ഥയാണ്. പോലീസും സൈന്യവും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. കുത്തിരുന്ന് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അറിയാത്തത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തുമോ അതോ വീണ്ടും മുഖം തിരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ദിവസങ്ങളായി തുടരുന്ന CJPയുടെ പ്രതിഷേധം, സോനം വാങ്ചുന്റെ നിരാഹാരമടക്കം, ഈ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയടക്കം ഉണ്ടായപ്പോഴും കേന്ദ്ര സർക്കാർ കണ്ണടയ്ക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലയ്ക്കുന്ന പരീക്ഷകളിലെ ക്രമക്കേടുകളും നടത്തിപ്പിലെ പോരായ്മകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള CJPയുടെ പ്രതിഷേധത്തിനെതിരെ കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു. പക്ഷേ ഇന്ന് CJP ദില്ലിയിൽ നടത്തിയ വമ്പൻ പ്രതിഷേധം, അതിനെ അടിച്ചമർത്താൻ പോലീസും സൈന്യവും ശ്രമിക്കുന്നു. മറുപുറത്ത് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതായും നമുക്കറിയുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. പക്ഷേ CJP നേതാക്കളുമായി മന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ പക്ഷേ ഒരു നിർണായക തീരുമാനമൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നോബൽ, ഇപ്പോഴെന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ പ്രവർത്തകരും പോലീസും മുഖാമുഖം നിൽക്കുകയാണ്. ഏത് നിമിഷവും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാം എന്നാണ് ജന്തർ മന്ദിറിലുള്ള കാഴ്ച. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാരിക്കേഡുകൾ പകുതിയോളം ഇതുവരെ പ്രവർത്തകർ മറിച്ചിട്ടിരിക്കുന്നു എന്നാണ്. അതിന്റെ മുകളിൽ കയറിയുന്നുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർക്ക് ഇനി ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് യാഥാർത്ഥ്യം. വലിയ മുദ്രാവാക്യം വിളിയൊക്കെ നടക്കുന്നുണ്ട്. പ്രവർത്തകർ വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ പ്രതിഷേധത്തെ നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ബാരിക്കേഡുകൾ മറികടന്നു കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിലെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാം അപ്പുറമായിരിക്കും. നേരെ പാർലമെന്റ് മുന്നിലേക്ക് പ്രവർത്തകർക്ക് അനായാസം എത്താൻ കഴിയും. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ ഈ ബാരിക്കേഡ്, ജന്തർ മന്ദിറിന്റെ ബാരിക്കേഡിനുള്ളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പ്രതിഷേധം ഒരു പക്ഷേ ഏത് നിമിഷവും അണപൊട്ടി പുറത്തേക്ക് ഈ ബാരിക്കേഡ് മറിച്ചിട്ടുന്ന സാഹചര്യത്തോടെ ഏറെക്കുറെ പകുതിയോളം ബാരിക്കേഡ് പകുതി മറിച്ചിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതിന് മുകളിൽ കയറി പ്രവർത്തകർ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ പുറത്ത് വലിയ ലാത്തി ചാർജ് നടന്നുകൊണ്ട് വീണ്ടും തിരിച്ച് അകത്തേക്ക് കയറി. ഏത് നിമിഷത്തിലാണോ ഇവർ പുറത്തേക്ക് പോകുന്നത് അതിനനുസരിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വലിയ സംഘർഷ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. വലിയ തരത്തിൽ സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. വലിയ സംഘർഷ സാധ്യത, ഒപ്പം വലിയ സാഹചര്യം, അസാധാരണമായ സാഹചര്യം. ദില്ലിയിൽ ഒരുപക്ഷെ കർഷക സമരത്തിൽ പോലും നമ്മൾ ഇങ്ങനൊരു സാഹചര്യം കണ്ടിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. യുവാക്കളുടെ അങ്ങനെ ഒരു വലിയ നിര ജന്തർ മന്ദിറിൽ നിൽക്കുന്നു. ഒപ്പം ഇതിനെ നയിച്ചുകൊണ്ട് അഭ്യർത്ഥിക്ക് അടക്കമുള്ള ആളുകൾ ഒരു ലോറിയിൽ ഈ പ്രതിഷേധത്തിന് മുന്നിലേക്ക് എത്തിയതോടെയാണ് പ്രതിഷേധം വലിയ തരത്തിൽ അണപൊട്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും ഒരു യുദ്ധസമാന സാഹചര്യത്തിൽ യുവാക്കളും ഒപ്പം ദില്ലി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും CAPF അടക്കം നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതോടകം തന്നെ 5ലധികം തവണ ലാത്തി ചാർജ് പൂർത്തിയായിരിക്കുന്നു. വീണ്ടും ലാത്തി ചാർജ് സാഹചര്യമുണ്ട്. അസാധാരണമായ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയധികം വിദ്യാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന പ്രതിഷേധത്തെ പോലീസിനും സൈന്യത്തിനും തല്ലിയോടിക്കാൻ കഴിയുന്നില്ല എന്നുകൂടി വേണം പറയാൻ. അവർ തല്ലുന്നുണ്ട് വിദ്യാർത്ഥികളെ, പക്ഷെ അവർ പിന്തിരിയാതെ അവിടെ കുത്തിയിരുന്നു കൊണ്ടും ഒരുമിച്ച് ആ തെരുവുകളിലൂടെ ഒഴുകിക്കൊണ്ടും പ്രതിഷേധം തുടരുകയാണ്. വലിയ സംഘർഷത്തിലേക്ക് ഇനി കാര്യങ്ങൾ പോകുമോ എന്നറിയില്ല. പോലീസിന് നേരെ ചെരുപ്പേറ് നടക്കുന്നുണ്ട്. റെയ്സിന റോഡിൽ വലിയ സംഘർഷാവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. PR സുനിൽ കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിൽ, CJPയുടെ പ്രതിഷേധം തുടങ്ങുന്ന ഘട്ടത്തിൽ ഇത് ഒരു ചെറിയ പ്രതിഷേധമാകുമ്പോൾ എത്ര ആളുകൾ ഈ ഒരു സംഘടനയുടെ ഭാഗമായി ഉണ്ടാകും? ഇവർ ഓൺലൈനിൽ മാത്രം പ്രതിഷേധം പ്രകടിപ്പിക്കുന്നവരല്ലേ എന്നുള്ള വിമർശനങ്ങളെയൊക്കെ വെറുതെയാക്കിക്കൊണ്ട് ഇന്ന് അത്തരമൊരു സംഘടന അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം ഇന്ന് ഈ രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്
CJP ഇത്ര ദിവസം ഒരു പ്രതിഷേധം അതിന്നത് ആളിക്കത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അസാധാരണ സാഹചര്യമായി തന്നെ നമ്മൾ കാണേണ്ടതില്ലേ? കേന്ദ്രം ഇതിലൊരു തീരുമാനം എടുക്കണമെന്ന് തന്നെയല്ലേ അവർ ഈ അവസാന നിമിഷത്തിലും ഉറച്ചു പറയുന്നത്? രോഷിനി, ഇതൊരു സാധാരണ സമരമല്ല, ഇതൊരു അസാധാരണ സമരം തന്നെയാണ്. ദില്ലി കണ്ടിട്ടുള്ള വലിയ സമരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വലിയൊരു സമരം തന്നെയായി നമ്മൾ ഇതിനെ വിലയിരുത്തണം. ഇതിന്റെ